റിട്ടയർമെന്റ് കോർപ്പസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഇന്ത്യയിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ഏതാണ്? മൈസെൽഫ് ജോസ് പ്രകാശ്, NSE സർട്ടിഫൈഡ് ഗോൾഡ് പ്ലാനർ. Myself Dhanya VR, certified financial planner, represent Wealth Plus. We are into wealth management. ഇന്ന് ഇന്ത്യയിൽ സംബന്ധിച്ച് പറയുമ്പോൾ 3% താഴെ ആളുകൾ മാത്രമാണ് ഒരു റെഗുലർ ഇൻകം അല്ലെങ്കിൽ ഗ്രോയിങ് പെൻഷൻ എന്ന ഒരു മന്ത്ലി ലിക്വിഡ് ഇൻകം എൻജോയ് ചെയ്യുന്നത്. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് അത്തരത്തിലൊരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നത്, ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ എല്ലാവർക്കും, കോമൺ പബ്ലിക്കിനും നമുക്ക് അത്തരത്തിൽ എല്ലാ വർഷവും ഗ്രോ ചെയ്യുന്ന ഒരു പെൻഷൻ അത് എലിജിബിൾ ആകുന്നതിന് വേണ്ടി നമുക്ക് റിട്ടയർമെന്റ് പ്ലാനിങ് എന്നൊരു പ്രോസസ്സിലൂടെ മുന്നോട്ട് പോകുന്നതിന് പറ്റും. നോർമലി ഇന്ന് ധാരാളം ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ അവൈലബിൾ ആണ്. അപ്പൊ അതിൽ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എടുത്തേക്കുന്നത് 4 ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ആണ്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ അവൈലബിൾ ആയിട്ടുള്ള RD, അതുപോലെ LICയിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതല്ല PPFൽ ഇൻവെസ്റ്റ്മെന്റ്, SIPയിലെ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ്. കാരണം ഇതൊരു ലോങ് ടേം ഗോൾ ആണ്. ഈ ഒരു സെനാരിയോയിൽ ഞങ്ങൾ കൺസിഡർ ചെയ്തേക്കുന്നത് 30 വയസ്സ് മുതൽ 60 വയസ്സ് വരെ, അല്ലെങ്കിൽ 25 to 55 എന്ന 30 ഇയേഴ്സ് പീരീഡിൽ 30 വർഷം റിട്ടയർമെന്റിന് വേണ്ടി ഒരു ഫണ്ട്, അതായത് 5,000 rupees വെച്ച് എല്ലാ മാസവും മാറ്റി വയ്ക്കുകയാണ്. 30 വർഷം മാറ്റി വെച്ചാൽ അത് ഏത് ഇൻസ്ട്രുമെന്റ് ആണ് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് റിട്ടയർമെന്റ് കോർപ്പസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് പറ്റുക എന്നുള്ളതാണ്. നമുക്കിനി ആ സെഷനിലേക്ക് പോവാം. ഫസ്റ്റ് RD തുടങ്ങാം. റിട്ടയർമെന്റ് കോർപ്പസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ബാങ്കിലെ RD ആണ് ഞങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ 5,000 rupees വെച്ച് എവരി മന്ത് ഞങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ RDയിലോട്ട് 6.5% ആണ് ഇൻട്രസ്റ്റ് റേറ്റ്. എന്നാൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന റിട്ടയർമെന്റ് കോർപ്പസ് 53,63,000 ആണ്. എന്നാൽ നമുക്ക് മന്ത്ലി 29,000 പെൻഷനായിട്ട് അവൈൽ ചെയ്യാൻ പറ്റും. RDയിലൂടെ 29,000 പെൻഷനായിട്ട് അവൈൽ ചെയ്യുന്നു. അപ്പോൾ നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ LIC ആണ്. LICയുടെ ഒരു കൺവെൻഷണൽ പ്ലാനിലൂടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ 5,000 rupees 30 വർഷത്തേക്ക് എല്ലാ മാസവും മാറ്റിവെച്ചാൽ 5.7% ആണ് ഇൻട്രസ്റ്റ് ലഭ്യമായതെങ്കിൽ 46 lakhs അവിടെ അക്യുമുലേറ്റ് ചെയ്യുന്നതിന് പറ്റും. അതിലൂടെ നമുക്ക് പെൻഷൻ ഉറപ്പിക്കാൻ പറ്റുന്നത് 22,000 ആണ്. നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ നോക്കാം. ഇനി PPF ആണ് ഞങ്ങൾ ചൂസ് ചെയ്തെങ്കിലോ 7.1% ആണ് ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ 5,000 rupees വെച്ച് 30 ഇയർ PPFൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ 59,90,000 നമുക്ക് റിട്ടയർമെന്റ് കോർപ്പസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്നിരുന്നാൽ 35,400 rupees ആണ് പെൻഷനായിട്ട് അവൈൽ ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് SIPയിലെ ഇക്വിറ്റി നിക്ഷേപങ്ങളാണ്. 5,000 rupees ഒരു ഇക്വിറ്റി ഫണ്ടിൽ SIPയിലൂടെ ഇൻവെസ്റ്റ് ചെയ്തു, മാസം തോറും ഇൻവെസ്റ്റ് ചെയ്തു, 15% നമുക്ക് റിട്ടേൺ കിട്ടിയെങ്കിൽ, ഈ ഒരു കാലയളവിൽ സെൻസെക്സ് കൊടുത്ത റിട്ടേൺ തന്നെ 16.4 ആണ്. 15% റിട്ടേൺ കിട്ടിയിരുന്നുവെങ്കിൽ 2.81 crore അവിടെ ഒരു റിട്ടയർമെന്റ് കോർപ്പസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ മന്ത്ലി പെൻഷനായി നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നത് 2,34,000 ആണ്. 5,000 rupees വെച്ച് 30 വർഷം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അവരുടെ ലൈഫ് ലോങ് 2,34,000 എന്ന എമൗണ്ട് അവർക്ക് മന്ത്ലി ഒരു പെൻഷൻ ഉറപ്പിക്കുന്നതിന് പറ്റുമായിരുന്നു. അപ്പൊ ഇത്തരത്തിൽ ലോങ് ടേം ആയിട്ട് ഈ ഒരു സെനാരിയോ അപ്രോപ്രിയേറ്റ് എന്ന് പറയുന്നത് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനാണ്. അതായത് ചെറിയ വയസ്സിൽ അല്ലെങ്കിൽ ജോലി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ റിട്ടയർമെന്റ് പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടിലെ SIPയിലൂടെ ആ ഒരു ഫണ്ട് അക്യുമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്നാളുകളിൽ ഈ ഒരു പർപ്പസിന് വേണ്ടി മ്യൂച്വൽ ഫണ്ടുകളിൽ റിട്ടയർമെന്റ് ഫണ്ടുകൾ തന്നെ അവൈലബിൾ ആണ്. അപ്പൊ ആ ഒരു ഓപ്ഷനിലൂടെയോ നമുക്ക് അതല്ല ഇക്വിറ്റി ഫണ്ടിലൂടെയോ ഇത്തരത്തിൽ കോർപ്പസ് ക്രിയേറ്റ് ചെയ്ത് മന്ത്ലി SWP സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിലൂടെ അവർക്ക് 60 വയസ്സിന് ശേഷം മന്ത്ലി പെൻഷൻ ഉറപ്പിക്കുന്നതിന് സാധിക്കും. റിട്ടയർമെന്റ് കോർപ്പസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഇന്ത്യ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ആണ്. താങ്ക് യു.